ചേട്ടാ അടുത്ത് റോപ്പ് ഡാൻസ് ആണോ? ആര് കയറിട്ട് തരും. എന്തായാലും റോപ്പ് ഡാൻസ് റോപ്പ് കളിക്കാൻ ഡാൻസ് കളിക്കാൻ. ഇയാൾ എന്തോട് പറയുന്നത്? എന്താ എന്നെ കണ്ട റോപ്പ് ഡാൻസ് കളിക്കുന്ന ആളാണെന്ന് തോന്നുമോ? നിങ്ങളെ കണ്ടാ പറയത്തില്ല. അതല്ല നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ആണോ കളിക്കുന്നത്? നിങ്ങൾ ഒന്ന് ആര് സഹായിക്കാൻ. കളിക്കുന്നു? ഞാൻ റോപ്പ് ഡാൻസ് കളിക്കാൻ വന്നാൽ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്റെ പപ്പയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ മൈക്കിൾ ജാക്സൺ എന്ന് വിളിച്ചാണല്ലോ. അപ്പൊ അപ്പയെ കൊണ്ട് നിർത്ത്, ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ എന്തിരി ജാഡ്സൺ വിളിക്കണമെന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മരിക്കാൻ വന്നതാണ്. ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ആത്മഹത്യ ചെയ്യാൻ വന്നതാണ്. അത് ഇവിടെയാണോ സ്ഥലം? ഇവിടെ ആകുമ്പോ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ. ഞാൻ മരിക്കുന്നത് ടി വിയിൽ കാണിക്കുമ്പോ ഞാൻ സെലിബ്രിറ്റി അല്ലേ? ഞാൻ ഒരു സെലിബ്രിറ്റി ആകില്ലേ? ഒന്ന് മരിക്കുമ്പോ തന്നെ ഒന്ന് പ്രശസ്തനാകാമല്ലോ. മനുഷ്യൻ ഇയാള് മരിക്കുന്നത് ഇടാനിരിക്കേണ്ടി ഞങ്ങൾ ഇവിടെ അല്ല, കാണിച്ചാ ഞാൻ പ്രശസ്തനാകുമല്ലോ. അങ്ങനെ കാണിക്കോ ഞങ്ങള്? ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണമെന്നാണല്ലോ. ചമഞ്ഞ് ഇയാൾ ഇവിടുത്തെ പോയാണ്. ഇവിടെ വേറെ എവിടെയെങ്കിലും പോയി ചാവാൻ നോക്ക്. ഇവിടെ ചാവാതെ ട്രെയിനിന്റെ അടിയിൽ പോയി ആ ട്രെയിനിന്റെ അടിയിലൊക്കെ ഞാൻ ചാവാൻ പോയതാണ്. ഒന്നും നടന്നില്ലെന്ന്. അതെന്താ? ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ്. 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. ആ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ധൃതിയില്ലല്ലോ, അപ്പൊ മരിച്ചാ പോരെ, അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല, 1 മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അനൗൺസ്മെന്റ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്തോ വിചാരിച്ചു. അപ്പൊ അതുവഴി ഒരു ലോട്ടറിക്കാരൻ പോയി. ഞാൻ അവിടെ നിന്ന് ഒരു ലോട്ടറി എടുത്തു. ലോട്ടറി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത്. ഇതങ്ങാണ് അടിച്ചാലോ? പിറ്റേ ദിവസമാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്. ആ പിറ്റേ ദിവസം ഞാനിത് ഈ ലോട്ടറി എനിക്ക് ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചത്തുപോയാൽ നാളെ എനിക്കത് കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്തു. റിസൾട്ട് നോക്കിയപ്പോ 40 രൂപ പോയി. ഇല്ല, അടിച്ചില്ല. ഇല്ല. ആ വിഷമത്തിൽ വീണ്ടും ഞാൻ റെയിൽവേ ട്രാക്കിന്റെ അവിടെ വന്നു. റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഇതില്ലേ, ഓവർ ബ്രിഡ്ജില്ലേ, അതിന്റെ അടിയിൽ വന്ന് കിടന്നു. ട്രെയിൻ നേരത്തെ പോയി, ഞാൻ 1 മണിക്കൂർ ലേറ്റ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ ഓവർ ബ്രിഡ്ജിന്റെ പിറ്റേ ദിവസം ഓവർ ബ്രിഡ്ജിന്റെ മണ്ടക്ക് കയറിയിട്ട് അപ്പൊ താഴെയുള്ള ഇങ്ങനെ പാളം ഇങ്ങനെ തുരുതുര കിടക്കുകയാണ്. അപ്പൊ മേളിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ട്രെയിൻ വരുന്ന സമയത്ത് എടുത്തൊരു ചാടി വീണത് വേറെ ട്രാക്കില. അവരിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ വളച്ച് വേറെ ട്രാക്കിൽ കയറ്റി. എന്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞു. അത് നിങ്ങൾ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ചാടിയോണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് വീണേനെ, തന്നെ വീണേനെ. അപ്പം ഞാൻ ദൈവമേ എന്ന് വിളിച്ചതാണ് പ്രശ്നമായി. രക്ഷിക്കണേ എന്ന് പറഞ്ഞ ദൈവം കേട്ടു. അതാണ് അങ്ങനെ പറയാൻ പറ്റായിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, കറക്റ്റ് ആ പാളത്തിൽ പോയി തല വെച്ചാൽ കിടന്നാ മതിയായിരുന്നു. എപ്പോഴെങ്കിലും ട്രെയിൻ വരുമല്ലോ. അശ്വതി, അതെ, ഈ തല വെക്കുന്നതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് തലേണയില്ലാതെ ഉറക്കം വരത്തില്ല. ഉറങ്ങാനല്ലോ പറഞ്ഞത്, തലയോട് വെച്ച് കൊടുക്കാൻ. ഞാൻ അവിടെ കിടന്നതാണ്. കിടന്നപ്പോ ഈ പാളത്തിനകത്തുനിന്നുള്ള അസഹനീയമായ സൗണ്ട് ഈ മസ്തിഷ്കത്തിലേക്ക് തുളച്ചു കയറുന്നു. അപ്പൊ ഞാനത് വല്ലാത്തൊരു വിഭ്രഞ്ജനം. ഞാൻ എണ്ണീച്ചങ്ങ് പോയി. അത് എനിക്കത് പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ കൈയും കാലും ഒക്കെ അപ്പൊ നാട്ടുകാർ പിടിച്ചെന്നെ തല്ലി. ഇത് ചോദിക്കട്ടെ, ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ. ചേട്ടൻ എന്താ എത്രമാത്രം പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? പറയേ. ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചെയ്യുന്ന ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോവാന്ന്. ഞാൻ ആദ്യം ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ജാതി തൈ ഇല്ലേ, വീട്ടുവളപ്പിലെല്ലാം ഞാൻ ജാതി തൈ വെച്ച് പിടിപ്പിച്ചു. നല്ലതല്ലേ? എന്നിട്ട് അത് ഒരു പരുവായി വന്നപ്പോഴത്തേക്കും അവിടെ കുറെ സാമൂഹ്യ പ്രവർത്തകർ വന്നിട്ട് പറയാ, നീ ജാതി വളർത്തി വർഗീയത ഉണ്ടാക്കൂടാ എന്നും പറഞ്ഞ് അവര് ജാതി തൈയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവരെന്നെ ഊടുപാടി തല്ലി. അവരും തല്ലി. എനിക്ക് അങ്ങനെ എന്റെ ഇവിടൊക്കെ പൊട്ടി. അങ്ങനെ ഞാൻ ഒരു വൈദ്യരെ കാണാൻ ചെന്നു. വൈദ്യരെ കാണാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒന്ന് എങ്ങനെയും ഒന്ന് സുഖമാക്കി തരണമെന്ന് പറഞ്ഞു. പുള്ളി ഒരൊറ്റ ചിരിയാണ്. ഇതൊക്കെ ഈ നൈസ് കേസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താണ് വൈദ്യരെ? മോനെ, ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് പച്ചയെടുത്ത് ഞെരടി ഇങ്ങനെ കസക്കിയിട്ട് അതിന്റെ ചാറെടുത്ത് ഈ മുറിവിൽ ഒഴിച്ചിരുന്നെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോന്നെ. അപ്പോഴാണ് എനിക്ക് കത്തിയത്. അത് കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് പച്ച നല്ലൊരു ബിസിനസ്സാണ്. ഞാൻ 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പച്ച ഞാൻ വളർത്തി. അപ്പോഴും പ്രശ്നം തീർന്നു. എതിർ പാർട്ടിക്കാർ വന്നിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് നീ ഇവിടെ പാർട്ടി വളർത്തുകൂടാന്നും പറഞ്ഞു അവരും എന്നെ തല്ലി. അവരും എന്നെ തല്ലി. ഇതിപ്പോ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി വന്നിരിക്കല്ലേ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലോ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല. അതാണ് പ്രശ്നം. എനിക്ക് വിശ്വാസമില്ല. എനിക്ക് മാത്രമല്ല വിശ്വാസം.
വിശ്വാസമില്ലാത്തത് ഞാൻ ആ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ സിനിമാക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയരുത്. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. എന്താ അനുഭവം? പ്രത്യേകിച്ച് മഞ്ജു വാര്യര്. മഞ്ജു ചേച്ചി എന്താ പ്രശ്നം? അവരാണ് പറഞ്ഞത് ടെറസിന്റെ മുകളിൽ ജൈവ കൃഷി നടത്തും, നല്ല ആദായം കിട്ടുമെന്ന്. അതെ അതെ. സത്യമല്ലേ? എന്തോ സത്യം. ഈ വാക്ക് കേട്ടോണ്ട് ഞാൻ കുറെ വിത്തും മേടിച്ച് കുറെ തൈയും ഒക്കെ ആയിട്ട് നേരെ മഞ്ജുന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ചെന്നപ്പോ സെക്യൂരിറ്റി എന്നെ കേട്ടിവിടുന്നില്ല. അയ്യോ. അത് എന്തിനാ സെക്യൂരിറ്റി? അപ്പൊ മഞ്ജു ഇറങ്ങി വന്നു. അവിടെ കലവല് ഞങ്ങളുടെ ഈശാഭാഷ ഉണ്ടായി. അപ്പം മഞ്ജു ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, മഞ്ജു അല്ലേ പറഞ്ഞത് ജൈവ കൃഷി ടെറസിന്റെ മുകളിൽ നടത്താൻ വിജയിക്കും, നല്ല ആദായം കിട്ടുമെന്ന്? അതെ അതെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ടെറസ് എവിടെ കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോ, ഏത് ടെറസ്? മഞ്ജുവിന്റെ ടെറസ് എവിടെ, അത് കാണിക്കും, ഞാൻ അവിടെയാണ് ഈ കൃഷി ചെയ്യാൻ പോകുന്നത്. അന്നേരം അവര് പറയാണ് എന്നോട്, ഇത് എന്റെ ടെറസിലല്ല നിങ്ങളുടെ ടെറസിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. മഞ്ജുനാണ്, എനിക്ക് ടെറസ് ഉണ്ടോ? കമ്മത്തോടെ 7 എണ്ണം പൊട്ടിയിരിക്കുകയാണ്. ഒരെണ്ണത്തെ തൊട്ടാൽ മൊത്തം പടപടാ പപ്പടം അവിടെ ഞാൻ എങ്ങനെ കൃഷി ചെയ്യും? മഞ്ജു ടെറസ് സമ്മതിക്കണ്ടേ? ചേട്ടാ, അത് എന്റെ ടെറസിലല്ല നിങ്ങളുടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ പറ്റിയില്ലല്ലേ? വിശ്വാസവഞ്ചനയല്ലേ? പറഞ്ഞു പറ്റിച്ചല്ലേ? അവരപ്പോഴേ അടവങ്ങ് മാറ്റി, പ്ലേറ്റ് തിരിച്ചു. അതാണ് വിഷയം. അതാണ് വിഷയം. അതാണ്. അല്ല, ചേട്ടൻ ഒരുപാട് കൃഷിയൊക്കെ ഇപ്പൊ ചെയ്ത് നോക്കി. പിന്നെ ഒരുപാട് കൃഷി ചെയ്ത് നോക്കി. കർഷകശ്രീ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കെട്ടി. കിട്ടിയോ? കർഷകശ്രീ കിട്ടിയിട്ടുണ്ടോന്ന്? ഒരു കർഷകശ്രീയെ കെട്ടി, അതിൽ 9 പിള്ളേരുണ്ട്. അത് ഉഗ്രം കൃഷിയായിരുന്നല്ലോ. അതങ്ങ് കണ്ടിന്യൂ ചെയ്തുകൂടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ വിജയിച്ച കൃഷി. ഈ പച്ചക്കറിയൊക്കെ എന്താണ്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മഞ്ജുവിന്റെ വീട്ടില് ഞാൻ കുറെ വിത്തും തൈയൊക്കെ ആയിട്ട് പോയിട്ടില്ലേ, ദേഷ്യപ്പെട്ട് ഞാൻ മുറ്റത്ത് കൊണ്ട് വലിച്ചു വാരി എറിഞ്ഞു. അവിടെ കിടന്ന് കളിച്ചത്. പക്ഷെ ഇതൊരു നല്ല പരിപാടി കേട്ടോ. അത് നല്ല ഇതെല്ലാം ഞാൻ ജൈവ വളം ഉപയോഗിച്ച് കൃഷി ചെയ്തു. ജൈവവളം. ചീഞ്ഞത് വല്ലതും ഉണ്ടോ? ഏത് ചീഞ്ഞത് വല്ലതും ഉണ്ടോ അതിനകത്ത്? ചീഞ്ഞതോ? ഇതെന്താ വൃത്തിയാണോ പറയുന്നത്? ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇത് ജൈവവളം ഉപയോഗിച്ചെടുത്ത പച്ചക്കറിയാണിത്. ഇത് ചീഞ്ഞ ഞാൻ ചാകാൻ നടക്കുവാണെങ്കിൽ ഒരുത്തരെ കൊല്ലാൻ ഞാൻ നടക്കല്ല. നിങ്ങൾ ഇതിന് ദേഷിക്കുന്നതിനാണ് പിന്നെ ദേഷ്യപ്പെടാതെ പിന്നെ എന്ത് ചെയ്യണം ഞാൻ? ദേഷ്യത് പിന്നെ അങ്ങനെ നിങ്ങൾ നമ്മളിപ്പോ ഇത് അതിന് ഒരു മരുന്ന് ചീഞ്ഞതാണെങ്കിൽ അത് വെച്ചിട്ട് മരുന്നുണ്ടാക്കാൻ പറയേണ്ടത്. അങ്ങനല്ല, അത് ചീഞ്ഞതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മരുന്നുണ്ടാക്കായിരുന്നു. അതുകൊണ്ട് ചീഞ്ഞതേ അത് പറ്റൂ. അതുകൊണ്ടാണ് ചീഞ്ഞ മലക്കറി തന്നെ വേണം ആ മരുന്നുണ്ടാക്കാൻ. ഫ്രഷ് ആയിട്ടിരിക്കുന്നത് പറ്റത്തില്ല. അതുകൊണ്ടാണ്. ശരി, മരുന്നിന് വേണ്ടിയായിരുന്നു. മരുന്നിന് വേണ്ടിയായിരുന്നു. അങ്ങനാണെങ്കിൽ അത് ചീഞ്ഞാണോ? അല്ല, ഇത് മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കിയെല്ലാം ചീഞ്ഞതാ. അത് ശരി. അപ്പൊ ആ നല്ലത് ഇങ്ങോട്ട് അറിയാൻ വേണ്ടിയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നല്ലത് ഇയാൾക്ക് തരാം. വേണേ ഈ ചീഞ്ഞതെടുത്തു. ഭയങ്കര. ഞാൻ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും ചാവാൻ പറ്റിയ സ്ഥലം ഉണ്ടോ? ഇത് ചാവുന്ന തന്നെ നല്ലത്. അല്ല തന്നെ ഈ പച്ചക്കറി നിന്ന് ഞാൻ ഇന്ന് ചാവും. ഇത് മൊത്തം വിഷമാണ്.